തിരുവനന്തപുരം നെടുമങ്ങാട് വേൾഡ് മാർക്കറ്റിൽ കർഷകരുടെ പ്രതിഷേധം. കൃഷി ചെയ്ത പച്ചക്കറി ഉൽപ്പന്നങ്ങൾ വിപണനത്തിനായി കൊണ്ടുവന്നത് വിൽപ്പന നടത്താൻ കഴിയാത്തതാണ് പ്രതിഷേധത്തിന് കാരണം. അഖിൽ പാലോട്ടമഠം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, എന്തുകൊണ്ടാണ് അവിടെ ഈ കർഷകർക്ക് ഈ പച്ചക്കറികൾ വിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്? ദേവിക, ഞാനിപ്പോൾ നിൽക്കുന്നത് നെടുമങ്ങാടുള്ള വേൾഡ് മാർക്കറ്റാണ്. അതായത് എനിക്ക് ചുറ്റും കാണുന്നത് മലയാളികൾ എല്ലാവരും, അതായത് തമിഴ്നാട്ടിൽ നിന്ന് എത്തുന്ന കർഷകർ അല്ലെങ്കിൽ അവിടെ നിന്ന് എത്തുന്ന വിഷം ചേർന്ന പച്ചക്കറി അല്ലാതെ നല്ല പച്ചക്കറികൾ കഴിക്കണമെന്ന ആഗ്രഹത്തോടെ ചെയ്യുന്ന ഒരു കൂട്ടം കർഷകർ അവരുടെ വിപണനം ചെയ്ത് അല്ലെങ്കിൽ അവർ കൃഷി ചെയ്ത് കൊണ്ടെത്തിയ ഉൽപ്പന്നങ്ങൾ അത് ഓപ്റ്റികോർപ്പ് വഴി ഏറ്റെടുക്കാതിരിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ കർഷകർ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അവർ രാവിലെ മുതൽ വലിയ പ്രതിഷേധത്തിലാണ്. ഇതിനു മുമ്പും ഒരു ദിവസം അവർ സമരം ചെയ്തിരുന്നു. ആ സമരം ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ അവർ പ്രധാനമായും പറഞ്ഞത് ഈ സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും അവർക്കൊരു ഉറപ്പ് ലഭിച്ചിരുന്നു. അവർ കൃഷി ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ വീണ്ടും കൃഷി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്തായാലും എനിക്ക് ചുറ്റും കാണുന്നവരൊക്കെ തന്നെ ദേവികയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും. എല്ലാവരും പ്രായം ചെന്ന ആൾക്കാരാണ്. അവർ ഈ പ്രായത്തിലും സ്വന്തം ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടാണ് മണ്ണിലിറങ്ങി പണിയെടുക്കുന്നത്. അവർ കർഷകരായി തന്നെ ഈ മലയാള നാട്ടിൽ ജീവിച്ചു പോകുന്നത്. ഇപ്പോൾ നമ്മുടെ കർഷക പ്രതിനിധി തന്നെ നമ്മളോട് ഒപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിലൊരു സമരവുമായി സ്വന്തമായി കൃഷി ചെയ്ത അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ആ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിലേക്ക് വേണ്ടി ഒരു സമരം ചെയ്യേണ്ട ഗതികേട് കൂടിയാണ്? എന്താണ് നിങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങൾ? നെടുമങ്ങാട് ഗ്രാമീണ കാർഷിക മൊത്ത വ്യാപാര വിപണിയിൽ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുവരുന്ന കാർഷികോൽപ്പന്നങ്ങൾ മറ്റ് ട്രേഡേഴ്സ് എടുത്തു പോയിട്ട് മുഴുവനും ഹോർട്ടികോർപ്പ് സംഭരിക്കണം എന്നുള്ള ഒരു ഉത്തരവിൻ്റെ ഒരു ഉറപ്പിന്മേലാണ് നമ്മൾ ഈ മാർക്കറ്റിൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത്. എന്നാൽ ഈ ഏപ്രിൽ 2-ാം തീയതി മുതൽ ഒരു അപ്രഖ്യാപിത നിയന്ത്രണം ഹോർട്ടികോർപ്പ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് അവർക്ക് ഇത്ര അളവിൽ മാത്രം, അതായത് അവർ പറഞ്ഞിരിക്കുന്ന അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 കിലോ പയർ, 200 കിലോ പടവലങ്ങ, 50 കിലോ കോവയ്ക്ക, ഈ കണക്കിനെ അവർ വെട്ടിച്ചുരുക്കിയിട്ട് അപ്പോൾ ബാക്കി വരുന്ന ഉൽപ്പന്നങ്ങളെല്ലാം കർഷകർ തിരിച്ചു കൊണ്ടുപോകണം എന്നുള്ളൊരു നിലപാടെടുത്തു. അങ്ങനെ ഏപ്രിൽ മാസം 2-ാം തീയതി ഞങ്ങൾ സമരം നടത്തി. അന്ന് ഈ കാപ്കോയുടെയും സർക്കാരിൻ്റെ പ്രതിനിധികളും ഒക്കെ വന്നു. മുഴുവനായിട്ടും ഹോർട്ടികോർപ്പ് സംഭരിക്കും, നിങ്ങൾക്ക് ബില്ല് എഴുതി തരും എന്ന് പറഞ്ഞു. ഇന്നലെ വരെ ഈ ബില്ല് നമുക്ക് തരുമായിരുന്നു. പക്ഷേ ബില്ല് തന്നിരുന്നെങ്കിലും ഈ ഇവിടുന്ന് ഹോർട്ടികോർപ്പ് ശേഖരിച്ച മുഴുവൻ ഉൽപ്പന്നങ്ങളും ആ കാട്ടിൽ മുഴുവനും ഇട്ടിരിക്കുകയാണ്. അത് നമുക്ക് കാണാൻ പറ്റും. പയർ, വെള്ളരി, പടവലം, സലാഡ് വെള്ളരി, ഇതെല്ലാം കത്തിച്ച് കളഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതിനർത്ഥം ഈ ഹോർട്ടികോർപ്പ് ഇത് കൊണ്ടുപോകുന്നില്ല, പകരം ഇതുപോലുള്ളൊരു പ്രതികാര നടപടിയാണ് കൃഷി വകുപ്പ് നമ്മുടെ അടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്ന സമയത്ത് അവരെന്താണ് നിങ്ങളുടെ പ്രധാനമായി പറയുന്നത്? ഇതൊക്കെ സ്വീകരിക്കാമെന്നാണോ അതോ എന്തെങ്കിലും മറ്റു മാർഗം സ്വീകരിക്കാമെന്ന് എന്തെങ്കിലും ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടോ? ഇല്ല, നമ്മൾ ഇങ്ങനെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് മുന്നോടിയായിട്ട് ഈ വിവരം കർഷകരെ അറിയിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് ഖേദകരം. അതായത് ഏപ്രിൽ മാസം 2-ാം തീയതി നമ്മൾ കാർഷിക ഉൽപ്പന്നങ്ങളുമായിട്ട് എത്തുമ്പോഴാണ് ഈ വിവരം തന്നെ നമ്മൾ അറിയുന്നത്. അപ്പോൾ ഇത് സമയബന്ധമായിട്ട് അറിയിക്കാനുള്ള ഒരു മര്യാദ പോലും കൃഷി വകുപ്പ് കാണിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. ദേവിക, ഇപ്പോൾ ഇങ്ങനെ ഓരോ പരാതി പറയുന്നുണ്ട്. അതിനോടൊപ്പം നമ്മൾ ഇവിടെ നേരത്തെ വരുന്ന സമയത്ത് അവർ പറഞ്ഞത്, ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന ഒരു കൂൾ ബാർ ഉണ്ട്. അതായത് ഈ ഉൽപ്പന്നങ്ങൾ ഏതെങ്കിലും തരത്തിൽ മിച്ചം വന്നാൽ, അതായത് വിപണനത്തിനായി എത്തിച്ച് ഏതെങ്കിലും തരത്തിൽ മിച്ചം വന്നാൽ അത് സൂക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സംവിധാനം കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചുകൊണ്ട് സർക്കാർ സംവിധാനത്തിൽ ഒരു ഫ്രീസർ നിർമ്മിക്കുന്നത്. പക്ഷേ ഈ ഫ്രീസർ അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് അതിൽ വല പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് തുറന്നിട്ട് പോലുമില്ല മാസങ്ങളായി എന്നുള്ളതിന് തെളിവാണ് ഈ വല പിടിച്ച് ഇരിക്കുന്നത്. അതായത് ഇത് തുറക്കാൻ മാസങ്ങളല്ല, ഇവരുടെ കർഷകർ പറയുന്നത് വർഷങ്ങളായി ഈ തരത്തിൽ ഇത് തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല എന്നതാണ് അവർ പറയുന്നത്. അത്തരത്തിലുള്ള ഒരു നിസ്സഹായാവസ്ഥ. ഇതിലൊരു മറ്റു കാര്യം കൂടി ചേർത്ത് പറയാനുണ്ട്. ഈ നാട്, അതായത് നെടുമങ്ങാടിലെ MLA പ്രതിനിധാനം ചെയ്യുന്നത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പാണ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിന് പോലും ഈ പരാതി പറയുമ്പോൾ ഇതിലൊന്നും തന്നെ ഇടപെടാൻ സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും നിസ്സഹായമായ ഒരു അവസ്ഥയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, അവർ നേരത്തെ സൂചിപ്പിച്ച പച്ചക്കറി ഏറ്റവും വലിച്ചെറിഞ്ഞിട്ടുള്ള സ്ഥലം, അതായത് ആ സ്ഥലം കൂടി നമുക്കൊന്ന് കാണാൻ സാധിച്ചാൽ അവർ തന്നെ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് ദേവിക. കാരണം കർഷകൻ കൃഷി ചെയ്ത് ഈ നാട്ടിൽ കർഷക നിയമങ്ങളടക്കം ഇത് ഇപ്പോൾ ഇവർ കൂട്ടിക്കൊണ്ടുപോകുന്ന, അതായത് ഈ കിടക്കുന്ന സലാഡ് വെള്ളരി അത് ഇന്നലെ അവർ കൊണ്ടുവന്നതാണ്. ഒരു ചേട്ടൻ കഴിഞ്ഞ തിങ്കളാഴ്ച ഇത് മാർക്കറ്റിൽ ലേലത്തിന് കൊണ്ടുവന്നതാണ്. ഇന്നിപ്പം വെള്ളിയാഴ്ചയാണ്. 6 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഇത് പുറം തള്ളുവാൻ വേണ്ടി ഇന്ന് മാർക്കറ്റിൽ തമിഴ്നാട് വെള്ളരി 55 രൂപ വില നിലനിൽക്കെ ഹോർട്ടികോർപ്പ് വിൽക്കുന്ന വില 65 രൂപയാണ്. നമ്മളെ മാർക്കറ്റിൽ അടിസ്ഥാന വില ഇട്ടിരുന്നത് കഴിഞ്ഞ ഈ തിങ്കളാഴ്ച 25 രൂപയായിരുന്നു.
അതിൻ്റെ ഒരു സലാഡ് വെള്ളരി അത് കാണാൻ വേണ്ടി കഴിയുന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യുന്ന സലാഡ് വെള്ളരി ഹോർട്ടികോർപ്പ് വിൽപ്പന വില 65 രൂപ. 12/5/2025 അന്നേ ദിവസം ഹോർട്ടികോർപ്പ് ഉപേക്ഷിച്ച് ഇട്ടിട്ട് പോയ വെള്ളരിയാണ്. അവർ വിൽക്കുന്നത് 65 രൂപയ്ക്ക്. ഇത് കർഷകനെ സംഭരിച്ചത് 25 രൂപയ്ക്ക്. ഈ നിലയിൽ കർഷകനെ ഏതെങ്കിലും അടിച്ചു താക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. ഈ ഏകദേശം 500 കിലോ വെള്ളരി സലാഡ് വെള്ളരിയുണ്ട്. പുറത്ത് ഉപേക്ഷിച്ചതും കത്തിച്ചത് കളഞ്ഞതുമായ ആയിരക്കണക്കിന് കിലോ വെള്ളരി പുറത്ത് ദൃസാക്ഷിയായിട്ട് അവിടെ കിടപ്പുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളുടെ പ്രധാന കർഷകനായ ദേവിക, ഇപ്പോൾ ആ കർഷകൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 25 രൂപയ്ക്കാണ് കർഷകരിൽ നിന്നും ആ സലാഡ് വെള്ളരി എടുക്കുന്നത്. പക്ഷേ അത് ഹോർട്ടികോർപ്പ് വിൽക്കുന്നതാണെങ്കിൽ അത് 65 രൂപയ്ക്കാണ്. അങ്ങനെ വിൽപ്പന നടത്തുന്നിടത്ത് പോലും അവരുടെ ഉൽപ്പന്നങ്ങൾ കൃത്യമായ രീതിയിൽ വിപണനത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ്. കർഷകർ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ്. നെടുമങ്ങാട് വേൾഡ് മാർക്കറ്റിലാണ് കർഷകരുടെ പ്രതിഷേധം. കൃഷി ചെയ്ത പച്ചക്കറി ഉൽപ്പന്നങ്ങൾ വിപണനത്തിനായി കൊണ്ടുവന്നത് വിൽക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഈ പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ളത്. അഖിൽ പാലോട്ടുപടമാണ് തത്സമയം ചേർന്നത്.